പള്ളുരുത്തി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിന്റെ ഗോപുരം പൊളിക്കാൻ വന്ന അധികാരികളെ തടഞ്ഞ ഭക്തജനങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി പൊതുവഴി കയ്യേറാൻ അനുവദിക്കില്ലെന്നാണ് ഭക്തജനങ്ങളുടെ ആരോപണം. എന്നാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അധികൃതർ പൊളിച്ചുമാറ്റൽ നടപടിക്ക് ഒരുങ്ങിയത്. ഉന്നതതല ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി തങ്ങളുമായി സംവദിച്ചതിനു ശേഷം മാത്രമേ പ്രക്ഷോഭം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. ജന്തു അതായത് ഈ കാണുന്ന ഹിന്ദു നെഞ്ചത്തെ ഇടും ഈ നെഞ്ചത്തെ ഇതേ പല പല പോകൂല ഒരു രാഷ്ട്രീയക്കാരും പോകൂല. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പള്ളുരുത്തി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ഗോപുരം പൊളിക്കുന്ന കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻ വില്ലേജ് ഓഫീസർ വരച്ച തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമ നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രക്ഷോഭക്കാരുടെ ആരോപണം. തെറ്റായ റിപ്പോർട്ട് നൽകിയതിന് വില്ലേജ് ഓഫീസർക്കെതിരെ 1 മാസം മുൻപ് മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നാളിതുവരെയായും അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു. സബ് കളക്ടർ നേരിട്ടെത്തി സ്ഥലമളന്ന് തിട്ടപ്പെടുത്തിയാൽ മാത്രമേ കോടതി നടപടിയെ തങ്ങൾ അനുകൂലിക്കുകയുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തിലാണിവർ. സ്വകാര്യ വ്യക്തികളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വഴങ്ങി പൊതുമുതൽ കയ്യേറാൻ അനുവദിക്കില്ലെന്നും ഭക്തജനങ്ങൾ പറയുന്നു. ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരിന്ന് ഈ ഗോപുരം പൊളിക്കാനുള്ള നടപടിയുമായി വന്നിരിക്കുന്നത്. ഇത് മുൻ വില്ലേജ് ഓഫീസർ വരച്ച തെറ്റായ റിപ്പോർട്ടിൻ്റെയും സ്കെച്ചിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ നിയമ നടപടികളെല്ലാം ഉണ്ടായിരിക്കുന്നത്. 86 കൊല്ലത്തോളം അമ്പലം ഉണ്ടായിട്ട് അന്ന് മുതൽ തന്നെ ഈ ആർച്ച് ഇവിടെ ഉണ്ട്. ആർച്ച് ഇന്നത്തെ രൂപത്തിലല്ലെങ്കിലും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ആർച്ചിന് സംഭവിച്ചിട്ടുണ്ട്. ഒരു 35 കൊല്ലമായി ആർച്ചിന്ന് ഈ കാണുന്ന അവസ്ഥയിലെത്തിയിട്ട് 35 കൊല്ലത്തോളമായി. അതിലൂടെ റോഡുണ്ടെന്നും ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണെന്നും ആയിരക്കണക്കിന് ആൾക്കാർ പോകുന്ന വഴിയാണെന്നും കൊച്ചിൻ കോർപ്പറേഷൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടതാണെന്നുള്ള രേഖകൾ, കള്ളരേഖകൾ കാണിച്ചുകൊണ്ടാണ് അന്നത്തെ വില്ലേജ് ഓഫീസർ RDOന് റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഞങ്ങൾ ഇതിൻ്റെ എല്ലാം വിവരാവകാശ രേഖകൾ എടുത്തിട്ടുണ്ട്. 862/4 എന്ന ഭൂമി കോർപ്പറേഷൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് കോർപ്പറേഷൻ്റെ ആസ്തി രജിസ്റ്റർ ഇല്ല എന്നും കോർപ്പറേഷൻ ആ ഭൂമിയുമായി യാതൊരുവിധ ബന്ധമില്ല എന്നുമാണ് കോടതി നമ്മളോട് കൊച്ചിൻ കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. 1022 സ്കൂൾ മൈതാനത്തിന് പടിഞ്ഞാറ് വശം റോഡുണ്ടെന്നാണ് വില്ലേജ് ഓഫീസർ സ്കെച്ചിലൂടെ കാണിച്ചിരിക്കുന്നത്. വില്ലേജ് ഓഫീസിൽ ഞങ്ങൾ വിവരാവകാശം വെച്ചപ്പോൾ വില്ലേജ് രേഖകൾ പ്രകാരം അങ്ങനെ റോഡില്ലെന്നുള്ള മറുപടി തന്നിട്ടുണ്ട്. ഈ സ്കെച്ച് പ്രകാരം ഇതൊരു 1000ഓളം വീട്ടുകാർ ഉപയോഗിക്കുന്ന വഴിയാണെന്നുള്ള ഒരു നോട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വില്ലേജ് ഓഫീസറായിരുന്ന രാമേശ്വരം വില്ലേജ് ഓഫീസറായിരുന്ന രാജേഷ് ഷൺമുഖം എന്നുള്ള ഒരു വില്ലേജ് ഓഫീസറാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ആ വില്ലേജ് ഓഫീസർക്കെതിരെ വിജിലൻസിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടറിന് പരാതി കൊടുത്തിട്ടുണ്ട്, മേയർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, MLAക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, മേലുദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അങ്ങേർക്കെതിരെ പരാതി കൊടുത്തിട്ട് മാസം 1 നാളെ ഇതുവരെയായി അതിനകത്ത് നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷയം ഞങ്ങൾ പലതവണ ഈ കാര്യം സബ് കളക്ടറെ ധരിപ്പിക്കുന്നതിന് വേണ്ടി സബ് കളക്ടർ ഓഫീസിലേക്ക് പോയതാണ്. ഈ ഡിസംബർ 30 ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് 3 മണിയാണ് അപ്പോയിൻമെൻറ്റ് സമയം തന്നത്. 2:30 മണി മുതൽ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് 4:15, 4:30 വരെ അവിടെ ഇരുന്നിട്ട് RDOനെ കാണാനുള്ള സമയം തന്നില്ല. RDO മീറ്റിങ്ങിലാണ്. ഇന്നിനി കാണാൻ പറ്റില്ല, നാളെ കാണാൻ പറ്റുള്ളൂ എന്നും 2 ദിവസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വിട്ടു. പലതവണ ഞങ്ങൾ ഈ കാര്യം ധരിപ്പിക്കാൻ സബ് കളക്ടറിൻ്റെ പോയെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് സമയം കിട്ടിയിരിക്കുന്നത് ഈ മാസം 30-ാം തീയതിയാണ്. ഇത് പൊളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ RDOൻ്റെ അടുത്ത് പണ്ട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ രാവിലെ കോർപ്പറേഷൻ്റെ അധികാരികൾ വന്നപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞതാണ് സബ് കളക്ടർ ഇവിടെ നേരിട്ട് വന്നം. ഈ കോടതി വിധി എന്ന് പറയുന്ന ഈ വിധിക്കകത്ത് ബഹുമാനപ്പെട്ട കോടതി ഈ ആർച്ച് എവിടെയാണ് ഇരിക്കുന്നതെന്നോ 862/4 1022 സർവേ നമ്പറിലാണോ ഇത് പൊതു വഴിയാണോ എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. കോടതി അതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളതിന്ന് ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിലെ പൂർണ്ണ ഉത്തരവാദിത്വം കൊച്ചിൻ കോർപ്പറേഷനാണ്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം
കൊച്ചിൻ കോർപ്പറേഷനാണ് ഈ സ്ഥലം ആരുടെയെന്ന് തെളിയിക്കേണ്ടത്. അല്ലാണ്ട് റവന്യൂവിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് റവന്യൂ പറയുന്നത്. കൊച്ചിൻ കോർപ്പറേഷനോട് ചോദിച്ചപ്പോൾ പറയുന്നത് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നല്ല, ഈ ഭൂമിയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം റവന്യൂവിനാണെന്ന് കോർപ്പറേഷനും പറയുന്നു. പരസ്പരം അങ്ങാടും ഇങ്ങാടും പഴി ചാരുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, സബ് കളക്ടർ ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് പൊളിച്ചാൽ മതിയെന്ന്. ഇതുവരെ ഞങ്ങളാരും ഇത് പൊളിക്കുന്നതിന് ഞങ്ങൾ എതിര് നിന്നിട്ടില്ല. അതിൻ്റെ പേപ്പറുകൾ കൃത്യമാണെങ്കിൽ അവർക്കത് നടപടിയെടുക്കാം. ആ സബ് കളക്ടർ ഇവിടെ വരിക, ഇതെവിടെയാണ് നിൽക്കുന്നതെന്ന് സബ് കളക്ടർ സ്ഥലം അളന്ന് നമ്മളെ കാണിച്ചു തരിക. വെറുതെ നോട്ടത്തിൽ പറയുന്നതല്ല സ്ഥലം. ഈ 1022 സർവേ നമ്പർ എന്ന ഭൂമി അളക്കാനായിട്ടുള്ള ഓർഡർ വന്നിട്ട് ഏകദേശം 1.5 കൊല്ലമായി. ഇതുവരെ റവന്യൂ വിഭാഗം അതിനെക്കുറിച്ച് ഒരു ചിന്തപ്പാടും നടത്തിയിട്ടില്ല. STPY കേസിൽ വിധി വന്നതാണ് 1022 ഭൂമി എത്രയാണെന്ന് അളക്കണമെന്ന്. നാളെ ഇതുവരെ ഒരു നടപടിയും എടുക്കാത്ത റവന്യൂ ആണ് ഇന്ന് ഒരു നിസ്സാര സംഭവത്തിന് വേണ്ടി ഇത്രയും പടയും പട്ടാളം ഏകദേശം 100ഓളം പോലീസുകാർ, ഇടിവണ്ടി. ഇവിടെ ആരാൻ സാറ് വല്ല തീവ്രവാദികളാ അല്ല മതഭീകരവാദികളോ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും ആൾക്കാർ, ഇതൊരു സംഘടന വിളിച്ചു കൂട്ടിയിരിക്കുന്ന പ്രതിഷേധമല്ല, ദേവസ്വം വിളിച്ചു കൂട്ടിയിരിക്കുന്ന പ്രതിഷേധമല്ല. ഇത് ഭഗവാനോടുള്ള ആ ഒരു ബന്ധമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്, ഇത് വളരെ സൗമ്യമായി പരിഹരിക്കേണ്ട സബ് കളക്ടർ ഈ കണ്ടംപ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരു കൊല്ലം മുമ്പ് തൊട്ടപ്പുറത്തൊരു മതൽ പൊളിയുമായി വന്നിട്ടുണ്ട് അഴകിയാവ് ദേവസ്വത്തിൽ. അത് പൗലോസ് എന്ന് പേരുള്ള ഒരാളുടെ സ്ഥലം മതലാണ് പൊളിക്കേണ്ടത്. 1 കൊല്ലമായിട്ട് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇത് വെങ്കടാചലപതി ആയതുകൊണ്ട് കണ്ടംപ്റ്റിന് വലിയ പ്രസക്തിയുണ്ട്. ഇതിനകത്തുള്ള പൗലോസും വെങ്കടാചലപതിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ നടപടികൾക്കുള്ള പുറകിലുള്ളത്. ഇതിന് ശേഷം ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മണ്ണ് സ്വന്തമാക്കാനുള്ള 2-3 വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ കളി കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകമാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുവായ ഒരു ചേട്ടൻ ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചതിൻ്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ ഞങ്ങൾ ഹിന്ദുക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മായപ്പൻ്റെ സ്ത്രീധനം കിട്ടിയ സ്ഥലം ലാബ് ഒരു പരിശോധനാ കേന്ദ്രമാക്കി മാറ്റിയിട്ട് അത് പൊതുമുതലാക്കാനുള്ള സ്വാർത്ഥ താല്പര്യമാണ് ഇതിന് പിറകിൽ. അക്ഷയ കേന്ദ്രം, നല്ല കണ്ണായ സ്ഥലത്ത് വെളിയിലുള്ള അക്ഷയ കേന്ദ്രം ഇവിടെ കൊണ്ടുവന്ന് മാറ്റി വാടകയ്ക്ക് എടുത്തിട്ട് ഇതും കൂടി സ്വന്തമായിട്ട് അവർ സ്വാർത്ഥ താല്പര്യം, 2 വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിലാണ് ഈ പ്രക്ഷോഭം ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. ഈ പൊതുവഴി കൂടെ നമ്മുടെ മക്കൾ സഞ്ചരിക്കുന്ന ഈ പൊതുവഴി അവർക്ക് റോഡാക്കി മാറ്റി അവരുടെ സ്വത്ത് വകകൾ അത്യാർത്തി മൂലം അധികം വിലയ്ക്ക് വിൽക്കാനുള്ള ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിലാണ് ഈ ആവശ്യം അവർ മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ ഭക്തജനങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല, അത് നടക്കാൻ പോകുന്നുമില്ല. അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ വീണിട്ട് അത് കെട്ടി പടുക്കുവാനായിട്ട് ഇവരോട് ഓർഡർ ഇട്ടിട്ട് 1 കൊല്ലമായിട്ട് പോലും അതിനെക്കുറിച്ച് ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ഹിന്ദുക്കളുടെ പൊതുമുതൽ ഇങ്ങനെ പിടിച്ചു വാങ്ങി എന്ത് ചെയ്യാനാണ് സർക്കാർ കൂട്ടുനിൽക്കുന്നത്? രാഷ്ട്രീയപരമായിട്ട് എന്താണ് ഇവർ ആഗ്രഹിക്കുന്നത്? ഇത് ഒരിക്കലും നടക്കാൻ പോകാത്തൊരു കാര്യമാണ്. നമ്മളിത് ഒരിക്കലും സമ്മതിക്കില്ല. ഇത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഇത് ശ്രീരാമൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു. 3 കൊല്ലത്തോളമായിട്ടുള്ളൂ ഇത് ഇവർ വാങ്ങിച്ചിട്ട്. അത് വിലയ്ക്ക് വാങ്ങുമ്പോൾ തന്നെ അവർക്ക് നന്നായിട്ടറിയാം ഇതുവഴി പൊതുവഴിയില്ല, നടപ്പവകാശം മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് അറിയാം. അവരുടെ ആധാരത്തിൽ അതുണ്ട്. എന്നിട്ടും വാങ്ങിച്ചിട്ട് ഇത് വലിയ വിലയ്ക്ക് വിൽക്കാനല്ലേ അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇത്രയും നാള് നമ്മൾ ഭക്തജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൊതുമുതൽ അങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ടും വഴിമാറി കൊടുക്കാൻ ആവശ്യമുണ്ടോ എന്ന് രാഷ്ട്രീയക്കാരൊന്ന് ചിന്തിച്ചോട്ടെ.
ഓഫീസർമാരും എല്ലാവരും എല്ലാ മതവിഭാഗത്തിലെ ആൾക്കാരും ന്യായമാണോ ഇതെന്നൊന്ന് ചിന്തിക്കാൻ പറയൂ. ഇവരറിഞ്ഞുകൊണ്ടല്ലേ ഈ സ്ഥലം വാങ്ങിച്ചത്. ഇവർ വാങ്ങിക്കുമ്പോൾ ഇത് പൊതുവഴിയല്ല, അറിഞ്ഞുകൊണ്ടുള്ള വാങ്ങിച്ചിട്ട് ഇപ്പം ഈ ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അപ്പോൾ അവർക്ക് വിറ്റാൽ നല്ല പൈസ കിട്ടുമായിരിക്കും, അതായിരിക്കാം ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത്. എന്തായാലും ഞങ്ങൾ കുറേ ഭക്തജനങ്ങൾ ഇവിടെ ഉള്ളവർ ആരും ഇതൊരിക്കലും വിട്ടുകൊടുക്കില്ല. ഇനിയിപ്പോൾ അവർ വന്നാൽ തന്നെ ഞങ്ങളുടെ മേത്തൂടെ കയറ്റിയിട്ടേ ഇതിൻ്റെ ഉള്ളിലോട്ട് പൊളിക്കാനായിട്ട് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാര് നമ്മളോട് പറഞ്ഞത് ആദ്യം ഇപ്പൊ വരും, ഒരു മീറ്റിംഗിലാണ്, ദേവൻ എന്നാണ് പറഞ്ഞത്. ഇതേവരെ ആദ്യമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. നമ്മൾ വിളിക്കുമ്പോഴത്തേക്കും ഗൺമാനാണ് ഫോൺ കൊടുക്കുന്നത്, മാഡം ഇല്ല, മാഡം മീറ്റിംഗിലാണെന്നൊക്കെയാണ് പറയുന്നത്. ആദ്യം വരാണ്ട് ഒരു കാരണവശാലും ഇത് പൊളിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കില്ല. കോടതി വിധി വന്നിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് കോടതി ഇതുവരെ പറഞ്ഞിട്ടില്ല. 862/4 1022 ഈ 862 1022 ഒക്കെ ആരുടേതാണെന്ന് പോലും കോടതി പറഞ്ഞിട്ടില്ല. അതെല്ലാം തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ റവന്യൂ ആണ്, കോർപ്പറേഷൻ ആയിരുന്നു. അവരതിനൊന്നും മുതിർന്നില്ല, അവര് പൊളിക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മളിപ്പോ ആവശ്യപ്പെടുന്നത് ആദ്യം വരാണ്ട് നമ്മളിത് തൊടാൻ സമ്മതിക്കില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്